യു പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പ്രസ്താവനയുമായി കായംകുളം മണ്ഡലം UDF കൺവീനർ എ ഇർഷാദ്. UDF മണ്ഡലം കൺവെൻഷൻ പ്രസംഗത്തിലാണ് പരാമർശം. ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുരി കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഉത്തരവാദിത്തമില്ലാതെ എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? ഈ പ്രസ്താവനയിൽ നേതാക്കളൊന്നും പ്രതികരിച്ചില്ലേ പിന്നീട്? ഈ പ്രസ്താവനയിൽ തിരുത്തലുകൾ വന്നതായി നമുക്ക് ഇതുവരെ ഒരു വിവരവുമില്ല. ഏതായാലും അത്യന്തം ഖേദകരം എന്ന് തന്നെ പറയേണ്ടി വരും ഈ പ്രസ്താവനയെ സംബന്ധിച്ച്. ഈ കാലത്തും ഈ വിധത്തിൽ പ്രതികരണം നടത്തുന്ന നേതാക്കൾ UDF-ൽ ഉണ്ട് എന്നുള്ളതാണ്. UDF-ന്റെ കായംകുളം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ഈ വിവാദ പരാമർശം ഉണ്ടാകുന്നത്. UDF-ന്റെ കൺവീനറാണ്, മണ്ഡലത്തിലെ ലീഗ് നേതാവാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എ ഇർഷാദ് കായംകുളം മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ആ വിധത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക നേതാവാണ് ഈ രൂപത്തിൽ നിരുത്തരവാദിത്വപരമായുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. യു പ്രതിഭയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്കിടെയായിരുന്നു ഈ വിവാദ പരാമർശം ഉണ്ടായത്. യു പ്രതിഭയുടെ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല. യു പ്രതിഭയുടെ നിലപാടുകൾ കാരണം കായംകുളത്ത് വലിയ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുകയാണ്. അതിനൊപ്പമാണ് ഈ വിവാദ പരാമർശം. ശരീര അഴക് വിൽപ്പന ചരക്കാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് യു പ്രതിഭ. വാക്ചാരുതയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് UDF മണ്ഡലം കൺവീനർ കൂടിയായ എ ഇർഷാദിന്റെ വിവാദ പ്രസ്താവനയിലുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന മണ്ഡലം UDF കൺവെൻഷനിലെ പ്രസംഗത്തിലാണ് ഇർഷാദിന്റെ വിവാദ പ്രസ്താവന. സ്മൃതി. ശരി, ആദിൽ പാലോടാണ്. ഏതായാലും മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് തന്നെ കരുതാം.